ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തെ ഫാസ്ടാഗ് നിയമങ്ങളിൽ മാറ്റം വരികയാണ്. ടോൾ ബൂത്തുകളിലെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഗതാഗത തടസ്സം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഫാസ്ടാഗ് നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. ഒപ്പം നിങ്ങളുടെ വാഹനത്തെ ഈ മാറ്റങ്ങൾ ബാധിക്കുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഇന്ത്യയിലുടനീളമുള്ള ടോൾ പ്ലാസകളിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വാഹനങ്ങൾക്കായി തയ്യാറാക്കിയ വിപ്ലവകരമായ പ്രീപെയ്ഡ് ടാഗ് സൗകര്യമാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് സജീവമായാൽ അത് വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഇടതുവശത്തായി പതിപ്പിക്കുകയും വാഹനം ടോൾ ബൂത്തിലെത്തുമ്പോൾ ഫാസ്ടാഗിൽ ഫീഡ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ടോൾ പ്ലാസയിലെ ആൻറ്റിന റീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ ഫാസ്ടാഗുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആളിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ടോൾ തുക ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഫാസ്ടാഗിൻ്റെ പ്രവർത്തനം. പുതിയ ഫാസ്ടാഗ് നിയമപ്രകാരം ഒക്ടോബർ 31-നകം ഫാസ്ടാഗിൻ്റെ KYC നടപടികൾ പൂർത്തിയാക്കണം. ഫാസ്ടാഗ് സേവനം ലഭ്യമാക്കുന്ന കമ്പനികൾക്കാണ് KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ ചുമതല. 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലുള്ള ഫാസ്ടാഗുകൾ നിർബന്ധമായും KYC പൂർത്തിയാക്കണം. ഫാസ്ടാഗ് KYCയുടെ മാർഗനിർദ്ദേശങ്ങൾ ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിശദമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുവരെ വിശദാംശങ്ങൾ നൽകാത്ത ഫാസ്ടാഗ് ഉടമകൾ ഓഗസ്റ്റ് 1 മുതൽ NPCI മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് KYC നൽകേണ്ടതാണ്. KYC വിവരങ്ങൾ ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കാൻ ഒക്ടോബർ 31 വരെ സമയമുണ്ടെങ്കിലും അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് കൂടുതൽ പ്രതിസന്ധിക്കിടയാക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ 1 മുതൽ ഫാസ്ടാഗ് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 വർഷത്തിലേറെ പഴക്കമുള്ള ഫാസ്ടാഗുകൾ തീർച്ചയായും മാറ്റേണ്ടതാണ്. 3 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതും 5 വർഷത്തിൽ കുറവ് പഴക്കമുള്ളതുമായ ഫാസ്ടാഗുകളുടെ KYC വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. പുതിയ വാഹനങ്ങൾക്കും ഫാസ്ടാഗിൽ വരുന്ന മാറ്റങ്ങൾ ബാധകമാണ്. പുതിയ വാഹനം വാങ്ങി 90 ദിവസത്തിനകം രജിസ്ട്രേഷൻ നമ്പർ പുതുക്കേണ്ടതാണ്. ഫാസ്ടാഗ് നൽകുന്ന കമ്പനികൾ അവരുടെ ഡേറ്റാബേസിലെ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. വാഹനത്തിൻ്റെ മുന്നിൽ നിന്നും വശത്തു നിന്നുമുള്ള വ്യക്തമായ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറുമായി ഫാസ്ടാഗ് തീർച്ചയായും ബന്ധിപ്പിച്ചിരിക്കണം. NPCI മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഫാസ്ടാഗ് കമ്പനികളും ബാധ്യസ്ഥരാണ്. ഫാസ്ടാഗിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. KYC അപ്ഡേറ്റ്. ഫാസ്ടാഗ് ഉപയോക്താക്കൾ ഒക്ടോബർ 31-നുള്ളിൽ KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പ്രത്യേകിച്ചും 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലുള്ള ഫാസ്ടാഗുകൾ. പഴയ ഫാസ്ടാഗുകൾ മാറ്റിസ്ഥാപിക്കൽ. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫാസ്ടാഗുകൾ മാറ്റി പുതിയത് എടുക്കണം. വാഹന വിശദാംശങ്ങൾ ലിങ്ക് ചെയ്യണം. വാഹന രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ചിരിക്കണം. പുതിയ വാഹന രജിസ്ട്രേഷൻ അപ്ഡേറ്റ്. പുതിയ വാഹന ഉടമകൾ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ സഹിതം ഫാസ്ടാഗ് വാങ്ങി 90 ദിവസത്തിനകം അപ്ഡേറ്റ് ചെയ്യണം. ഡേറ്റാബേസ് പരിശോധന. ഫാസ്ടാഗ് ദാതാക്കൾ അവരുടെ ഡേറ്റാബേസുകൾ സ്ഥിരീകരിക്കണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷനും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് ഫാസ്ടാഗ് ദാതാക്കൾ വാഹനത്തിൻ്റെ മുൻവശത്തെയും വശങ്ങളിലെയും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണം. മൊബൈൽ നമ്പർ ലിങ്കിങ്. തടസ്സമില്ലാത്ത ആശയവിനിമയവും സമയബന്ധിതമായ അപ്ഡേറ്റുകളും ഉറപ്പാക്കാൻ ഓരോ ഫാസ്ടാഗും ഒരു മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഫാസ്ടാഗിൽ KYC അപ്ഡേറ്റ് ചെയ്യാൻ അതാത് ഫാസ്ടാഗ് ദാതാക്കളുടെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. ലോഗിൻ വിത്ത് OTP, ലോഗിൻ വിത്ത് യൂസർ നെയിം എന്നിങ്ങനെ 2 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. തുടർന്ന് വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണറിൻ്റെ തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്ത് KYC നടപടികൾ ലളിതമായി പൂർത്തിയാക്കാം. ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനും ഓൺലൈനിൽ സാധിക്കും.